ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടി. ജാമ്യത്തിൽ ഇപ്പം ഇന്ന് തന്നെ പുറത്തിറങ്ങും. 2 കേസിലും ജാമ്യം കിട്ടി പുറത്തോട്ടിറങ്ങുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം കോടതിയുടെ ഒരു ഇടപെടലും ഇതിനകത്ത് നടന്നു. അതായത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജാമ്യത്തിനുള്ള അവകാശം അവർക്കുണ്ട്. അതിൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സഭയിൽ ഈ വിഷയം ഇപ്പം ഈ സഭയിൽ എല്ലാ ദിവസവും പ്രതിഷേധങ്ങൾ, അതായത് പ്രതിപക്ഷം ഇത് സ്വർണ്ണക്കൊള്ള വിവാദം ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവസാനിക്കുന്നില്ല. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ ഈ പറയുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഉയരുന്ന ആരോപണങ്ങളിൽ? ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തും BJPയും അടക്കമുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു CBI അന്വേഷണം വേണം. ഈ പറയുന്ന SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പലരും സ്വാഭാവിക ജാമ്യത്തിൽ പുറത്താകുന്നു. സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നത് 90 ദിവസം കഴിയുമ്പോൾ ഏത് കേസിലും കിട്ടുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ കിട്ടും. ആ 90 ദിവസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിക്കണം എന്നാണ് നിയമം. അതില്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിലേക്ക് പുറത്തു. ഇവർ പറയുന്ന 1-2 കാര്യങ്ങൾ ശരിയുണ്ട്. ഒരാൾ ഇത്രയും രാഷ്ട്രീയവും ഇത്രയും അധികാര പ്രമത്തതയുമുള്ള അല്ലെങ്കിൽ പല കണക്ഷൻസ് ഉള്ള ഒരാൾ ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് സാക്ഷികളെ സ്വാധീനിക്കാം, തെളിവുകൾ നശിപ്പിക്കാം, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായി പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ, ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹി വരെ പിടിയുള്ള ഒരു നേതാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസകരമായ ഒരു കാര്യമൊന്നുമല്ല. ഇതിൽ ഇങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ വേണ്ടി SIT ഒത്തുകളിക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യം പത്മകുമാർ, N വാസു എന്ന് പറയുന്ന 2 CPMകാരെ രക്ഷിക്കാനും ജാമ്യത്തിൽ പുറത്തിറക്കാനും വേണ്ടിയിട്ട് നടത്തുന്ന ഒത്തുകളിയാണെന്നാണ് പൊതുവിൽ ഉയരുന്ന ഒരു രാഷ്ട്രീയമായ ആരോപണം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ശരിക്കും ഇത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കോടതിയുടെ വിധി തന്നെ നമുക്കെടുത്ത് പരിശോധിക്കാം. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല, യാതൊരു ആശങ്കയുടെയും ആവശ്യം ഇതിനകത്തില്ല. SITയുടെ അന്വേഷണം പാർട്ടിയുടെ മേൽനോട്ടത്തിലല്ല, CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മേൽനോട്ടത്തിലല്ല നടന്നു വരുന്നത്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടന്നു വരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരു CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതുമാണ്. ഇതിപ്പോൾ ഈ ജാമ്യം നേടി പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ജാമ്യം നേടി ഇവർ പുറത്തിറങ്ങുന്നതിൽ നമ്മൾ ഭയക്കേണ്ട, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം ഇതിനകത്ത് മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. അത് SIT രൂപീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടന്നത്. അപ്പോൾ അന്വേഷണം കൃത്യമായി നടക്കും. ഇത് വളരെ സങ്കീർണമായ, ഇപ്പം ഒരു അന്വേഷണം തുടങ്ങി ഇത്ര നാളിനകത്ത് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൊലപാതക കേസൊക്കെ ആണെങ്കിൽ ശരി തന്നെ, അതിനകത്ത് നടക്കും. ഇതിനകത്തുള്ള ലിങ്കുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണം വേണം. അപ്പൊ ആര്, എവിടെ, എങ്ങനെ, ഇത് തന്നെയല്ല, ഇത് സ്വർണം വിറ്റു, എവിടെ വിറ്റു, ആർക്ക് വിറ്റു, എങ്ങനെ വിറ്റു, എത്ര കോടിക്ക് വിറ്റു, ഇതൊക്കെ തുടങ്ങിയ കണക്കുകൾ വേണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തുന്ന അടക്കമുള്ള വലിയ ഒരു പ്രോസസ്സിന്റെ പിന്നിൽ ആവശ്യമാണ്. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 90 ദിവസത്തിനകത്ത് എന്ന് പറയുന്ന ഒരു കണക്ക് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അന്വേഷണത്തിൽ തൃപ്തിയാണ് ആർക്ക്, ഹൈക്കോടതിക്ക്. അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന് വലിയ വിശ്വാസം പോരാ. പ്രതിപക്ഷം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സർക്കാർ നിയന്ത്രിക്കുന്നു ഈ അന്വേഷണത്തെ. പക്ഷേ സർക്കാർ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷം പറയാത്തത്. സമരം നടത്തുന്നു, സഭ ബഹിഷ്കരിക്കുന്നു. ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, മനഃപൂർവ്വമാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അല്ലെങ്കിൽ പ്രതികൾക്ക് പുറത്തോട്ടിറങ്ങാനുള്ള ഒരു അവസരം സർക്കാർ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോഴും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സർക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ സർക്കാർ എന്തിനാ ഒരു അവസരം ഒരുക്കുന്നത്? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു കൈവിട്ട കളിക്ക് ഈ വൈകിയ വേളയിൽ CPM തയ്യാറാകൂ? അതായത് എല്ലാവരെയും ജാമ്യത്തിൽ വിട്ടുകൊണ്ട് അപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ലേ CPMകാരാണ് ഇതിനകത്ത് ഒത്തുകളിക്കുന്നതെന്ന്? അത്രയ്ക്ക് പൊട്ടന്മാരാണോ ഈ ഇരിക്കുന്ന ഗോവിന്ദൻ മാഷാണെങ്കിലും, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ അത്രയ്ക്ക് പൊട്ടന്മാരാണോ? എനിക്ക് തോന്നുന്നില്ല അവർ മണ്ടന്മാരാണെന്ന്. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കോളുകളൊക്കെ സൃഷ്ടിച്ചൊരു കേസ്, കേരളത്തിലെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് സാധ്യതയുള്ള ഒരു കേസ്. കാരണം വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് വലിയൊരു സമൂഹമുണ്ട്. വിശ്വാസികൾക്ക് വേണ്ടി എക്കാലവും നിലനിന്നിട്ടുള്ളത് CPM തന്നെയാണ്.
പണ്ട് നമുക്കറിയാവുന്ന കഥ, പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ പറയുന്ന നായർ മുതൽ താഴോട്ടുള്ള സമുദായക്കാർക്ക് കയറാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് രണ്ടുപേര്, സഖാവ് പി കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, അദ്ദേഹം അവിടെ പോയിട്ട് മണിയടിച്ചു. മണിയടിച്ച സമയത്ത് പിന്നെ കാരണം ആർക്ക് വേണ്ടിയിട്ടാ, അന്ന് കൃഷ്ണപിള്ള ഇതായിരുന്നില്ല, ഈ വിശ്വാസിയല്ല, എന്ന് വെച്ചാൽ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊന്നും വിശ്വാസമില്ല, തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആ സമയത്ത് അവിടുന്ന് നായന്മാര് എല്ലാവരും കൂടി, അതായത് മറ്റു നായന്മാരെ വന്നിട്ട് ഇദ്ദേഹത്തെ അടിച്ച് താഴിട്ടു. എന്നിട്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ചു, ശാരീരികമായി ശരിക്ക് മർദ്ദിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നല്ല നായന്മാർ മണിയടിക്കുകയും ഇലനക്കി നായന്മാർ പുറത്തടിക്കുകയും ചെയ്യുന്നത്. അത് അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വലിയ വിവാദപരമായ പ്രസ്താവനയായിരുന്നു അത്. എന്ന് വെച്ചാൽ എക്കാലത്തും CPM എന്ന് പറയുന്ന ഒരു പാർട്ടി നിലനിന്നിട്ടുള്ളത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി. AK ഗോപാലനുണ്ട്, AKG ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിനോടൊപ്പം. അപ്പൊ അവരൊക്കെ ഇവിടെ ഈ പിന്നെ വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള ക്ഷേത്രപ്രവേശനത്തിന് ആവശ്യമായ സമരങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള CPM തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പേറിക്കൊണ്ട് നടന്നവർ തന്നെയായിരുന്നു. അപ്പൊ അവരെല്ലാം വിശ്വാസികൾക്കെതിരാന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പം അങ്ങനെ ഒരു വലിയ സംസ്കാരമുള്ള, വലിയൊരു ചരിത്രമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, വലിയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ ഈ സമയത്ത് വൈകിയ വേളയിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഏറ്റവും അധികം കോളുകളൊക്കെ സൃഷ്ടിക്കപ്പെടാമെന്നും വോട്ടിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാനും സാധ്യതയുള്ള ഒരു കേസന്വേഷണത്തിൽ CPM ഇടപെടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ഒരു അല്ലെങ്കിൽ അങ്ങനെ CPM ഇടപെടുമോ? നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. കാര്യം ഒരു തുടർഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ഇപ്പൊ പിണറായി വിജയൻ അടക്കമുള്ളവർ ചിന്തിക്കുന്നതാണ്. ഇപ്പൊ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നാലും തുടർഭരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകണം. കാര്യം ഈ 10 വർഷം കൊണ്ട് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം കരുതി വെച്ചിരിക്കുന്ന ചില വികസന പദ്ധതികളുണ്ട്. ഇത് പൂർത്തിയാവണമെങ്കിൽ വീണ്ടും ഭരണ തുടർച്ച ഉണ്ടായേ പറ്റത്തുള്ളൂ. വീണ്ടും അടുത്ത 5 വർഷം കൂടി ഇടതുപക്ഷം ഭരിച്ചേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പലതും പാതി വഴിയിലിട്ടിട്ട് പോകേണ്ട ഗതികേട് വരും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടുമെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഇവിടുത്തെ തുരങ്കപാത അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷമുണ്ട്. അപ്പൊ ഇവരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ കേരളം ഉദ്ദേശിക്കുന്ന ഒരു വികസനത്തിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അപ്പൊ ആ സാഹചര്യത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഇവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും ഒരു ചെറിയ പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന CPMകാർ ഈ പറയുന്ന ശബരിമല എന്ന് പറയുന്ന ആ വിഷയത്തിൽ ഇടപെടുമോ? ഇടപെടില്ല. അതിനകത്തിനും ഇടപെടാൻ സാധ്യതയില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യം. എന്നാൽ അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു നീക്കുപോക്കിനൊരിക്കലും ഇടതുപക്ഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തയ്യാറാവില്ല. PM ശ്രീ വലിയ വിവാദമായതാ. ഇപ്പൊ ഇങ്ങോട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പരിശോധിച്ചാല് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കൈപൊള്ളി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും സർക്കാർ അതിനകത്ത് ഇടപെടൽ നടത്താൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ട് പലരെയും രക്ഷപ്പെടാൻ അനുവദിക്കുന്നു എന്ന് പറയുന്ന ആരോപണം കഴമ്പില്ലാതെ നിൽക്കുന്ന ഒരു ആരോപണമാണ്. അപ്പൊ അങ്ങനെ കഴമ്പില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് UDFന് ഇവർക്കറിയാം ഈ കാര്യത്തില്, പ്രത്യേകിച്ച് ഇനി ഈ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നവർ തന്നെയാണ് ഇവർ. പക്ഷെ ഇങ്ങനെ ആരോപണം ഉയർത്തിക്കൊണ്ട് വരുന്നതിന് പിന്നിൽ അവർക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണത്തില്ല. അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അല്ലെ തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു പ്രതീതി ഇങ്ങനെ ഉണ്ടാക്കി നിർത്തണം. സർക്കാർ ഇങ്ങനെ സ്വർണ്ണക്കൊള്ളക്കാരെ അനുകൂലിച്ച് നിൽക്കുന്നു, സർക്കാരിന്റെ വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു, വിശ്വാസി സമൂഹത്തെ ഒന്നാകെ കബളിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു വർഗീയ ധ്രുവീകരണം. ഒരു വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തെ സർക്കാരിൽ നിന്നും വഴിതെറ്റിച്ച് നിർത്താൻ കഴിയും, അല്ലെ സർക്കാരിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും. സർക്കാരിന് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ സാധിക്കും. അപ്പം സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ട് വിശ്വാസികളുടെ സ്വർണം കട്ടത് ആരെന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടും സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന UDFനെ വിശ്വാസി സമൂഹം കൈവിടില്ല എന്നാണ് UDF വിശ്വസിക്കുന്നത്. ഇതിനു വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ രീതിയിൽ സമരം കൊണ്ടുപോകുന്നത്. ശരി, ഇനി അടുത്ത തവണ ഭരണം മാറട്ടെ. ഭരണം മാറിക്കഴിഞ്ഞാലും ഇനി UDF അധികാരത്തിൽ വന്നിരിക്കട്ടെ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അപ്പോഴും കണ്ടിന്യൂയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴും ഈ പറയുന്ന പോലെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ. അപ്പോൾ UDFന്റെ കയ്യിലെ പ്രശ്നം കൊണ്ടാണ് UDFനെ അട്ടിമറിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ സർക്കാർ മാറി വന്നാലും ഒരു SIT എന്ന് പറയുന്ന ചില സംവിധാനങ്ങൾ, ഈ പറയുന്ന പോലീസിംഗ് ആണെങ്കിലും SIT ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും സർക്കാരിനനുസരിച്ച് മാറുന്നില്ലല്ലോ. 5 വർഷം കഴിയുമ്പോൾ അത് മാറുന്നില്ല, കോടതി മാറുന്നില്ല, കോടതി പിന്നെ ഒരു ഭരണസമിതിയോ അങ്ങനെ അത് മാറ്റപ്പെടുന്നില്ല. അതിന് ചില വ്യവസ്ഥാപിതമായ നയങ്ങളിലൂടെ പോകുന്ന ബ്യൂറോക്രാറ്റിക് മൂവ്മെന്റ് ആണ് അതിന് നടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സർക്കാർ മാറും,
സർക്കാർ മാറുന്നു, UDF വരും. അപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ അന്വേഷണം പൂർത്തിയായില്ലെങ്കിൽ ഇനി സമയമുണ്ടല്ലോ, അന്വേഷണം പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ UDF അതിനകത്ത് കള്ളക്കളി കളിക്കുന്ന ആരോപിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അപ്പം ഇവിടെ വ്യവസ്ഥാപിതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൽ യാതൊരു തെറ്റുകുറ്റങ്ങളും കോടതിക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് കോടതി പോലും ഇതിനകത്തൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കോടതി നിരീക്ഷിച്ചിട്ടില്ല. പിന്നെ സഭയിൽ അവർ പ്രധാനമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ച് മറുപടി പറയേണ്ടത് CPM അല്ലെന്നേ. CPM ആണോ അതിന് മറുപടി പറയേണ്ടത്? ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടപ്പോ ഒപ്പം ഉണ്ടായിരുന്നത് പിന്നെ പിണറായി വിജയനും അടുത്ത് മുഹമ്മദ് റിയാസും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാ പ്രതിപക്ഷം മറന്നു പോകുന്നത്? അത് മറന്നു പോകണം. കാരണം ഇവരെ പറയാൻ മറുപടിയില്ല. ഇപ്പൊ തന്നെ സ്പീക്കർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വെക്കൂ ശബരിമല വിഷയം, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകൂ. ഇത് ആര് പറയുന്ന കാര്യമാണ്? ഇത് സ്പീക്കർ പ്രതിപക്ഷത്തോട് പറയുകയാണ്, നിങ്ങൾ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകൂ. എന്തുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്? എന്നിട്ട് പ്രതിപക്ഷം എപ്പോഴാണ് ചർച്ചയ്ക്ക് തയ്യാറായത്? അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോഴല്ലേ ഉള്ളൂ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒരു അഭിപ്രായവും വിരുദ്ധാഭിപ്രായങ്ങളും ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ മന്ത്രിമാരിട്ട് വാട്ടിക്കൊണ്ടിരിക്കുക, ഇടിച്ചു പിഴിഞ്ഞ് ചാറെടുത്തോണ്ടിരിക്കുക രണ്ടുപേര്. പ്രത്യേകിച്ച് P. രാജീവും MP രാജേഷും. രണ്ടുപേരുടെ കയ്യിലോട്ട് പിന്നെ VD സതീശൻ ഓരോന്ന് പറയും, ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇവർ രണ്ടുകൂടെ വലിച്ചു കീറിയിടുകയാണ്. VD സതീശൻ പിന്നെ V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാര്. എന്തിനാ ഇങ്ങനെ നിന്നു കൊടുക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ വില ഇടിഞ്ഞു പോകുന്ന കേസല്ലേ അതൊക്കെ. ഏറ്റവും അവസാനം P. രാജീവ് കണക്കുകളും അതോടൊപ്പം തന്നെ പഴയകാല ചരിത്രവും വെച്ചുകൊണ്ട് P. രാജീവ് സഭയിൽ പറഞ്ഞപ്പോൾ കേട്ടോണ്ട് എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു പുള്ളിക്ക് വിഭ്രാന്തിയാണ് എന്ന് വരെ പറഞ്ഞു VD സതീശന്. അപ്പം സതീശന്റെ നിലപാട് അല്ലെങ്കിൽ നിലവാരം ആ ഒരു തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മനോവിഭ്രാന്തിയുടെ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിപ്പോവും. അല്ലാതെ ഇത് എന്തുകൊണ്ടാണ് സഭയിൽ ചർച്ചയ്ക്ക് വെക്കാത്തത്? പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ സഭയിൽ നിന്നുകൊണ്ട് വളരെ മാന്യമായ ഭാഷയിൽ അവിടെ നിന്ന് പറയാമല്ലോ. അതേസമയം അവിടെ ഒച്ചപ്പാടുണ്ടാക്കി മന്ത്രിമാർ മറുപടി പറയാൻ സമ്മതിക്കാതെ സഭാ നടപടികൾ നിർത്തിവെക്കുകയും തുടർന്ന് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണോ ചെയ്യേണ്ടിയിരിക്കുന്നത്? പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താ സഭയിൽ ഉണ്ടാകുന്ന പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. അവരെന്നിട്ട് പോയി പുറത്ത് സമരം ഇരിക്കുക. സാധാരണഗതിയിൽ പിന്നെ VD സതീശൻ ഇപ്പൊ ചെയ്യുന്നത് നേരെ ചെല്ലുക, മാധ്യമങ്ങളുടെ മുന്നിൽ ചെല്ലുക, മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക. ഇത് തന്നെ ഇന്നലെ പറഞ്ഞത് ഇന്ന് പറയും, ഇന്ന് പറഞ്ഞ നാളെ പറയും, നാളെ പറയുന്ന മറ്റന്നാ പറയും. ഇതാണ് സ്ഥിരം ഒരേ സാധനം തന്നെ ഒരേ അച്ചിലിട്ട് വാർത്ത പോലെ റെക്കോർഡ് ചെയ്ത് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് അതിന്റെ ആവശ്യം? ഒരു സഭാ നടപടികൾ സ്തംഭിപ്പിക്കുകയും പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ ഇങ്ങനെ കാണുന്നതിന് പകരം സഭയിൽ നിന്നുകൊണ്ടൊരു പ്രമേയ ചർച്ചയ്ക്ക് തയ്യാറാവണം. ഹൈക്കോടതി നിരീക്ഷിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി ഇങ്ങനെയൊരു CBI അന്വേഷണം ആവശ്യമില്ലെന്നും SIT അന്വേഷണം വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ടെന്നും അതിന് ചിലപ്പോൾ ഇതൊരു സങ്കീർണമായ കേസായതുകൊണ്ട് ചിലപ്പോൾ കാലതാമസം എടുക്കും, ആൾക്കാർ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നതിൽ ഭയക്കേണ്ട ആവശ്യമില്ല, ആശങ്കപ്പെടേണ്ട എന്ന് വരെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സോണിയാഗാന്ധിയുടെ ആണോ പ്രശ്നം? സോണിയാഗാന്ധിയുടെ പ്രശ്നമാണെങ്കിൽ അവർ തന്നെ പറയേണ്ട കാര്യമാണത്. സോണിയാഗാന്ധിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ട ഒരു നേതാവാണോ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയേണ്ടത് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ്, ഇവിടുത്തെ KPCC നേതൃത്വമാണ്. എന്തുകൊണ്ടാണ് അവരത് പറയാത്തത്? അവരല്ലേ പറയേണ്ടത്? അവർ അതിനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇന്നലെയും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇതേ വിഷയം നമ്മൾ ഉന്നയിച്ചതാണ്. കാരണം ഇതുവരെയും ഒരു കാര്യത്തിലും അടൂർ പ്രകാശ് ആണെങ്കിലും ആന്റോ ആന്റണി ആണെങ്കിലും VD സതീശൻ ആണെങ്കിലും ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. എന്താണ് ആ ഫോട്ടോയുടെ കഴം? അല്ലെ ഫോട്ടോയിൽ കണ്ടതിനെങ്കിലും മറുപടി പറയാൻ ഇന്ന് വരെ അവരാരും തയ്യാറായിട്ടില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിനാദ്യം മറുപടി പറയൂ, ജനങ്ങളോട് മറുപടി പറയൂ. ഇതിപ്പം പിന്നെ സഭയിൽ തന്നെ വന്നിട്ടല്ലേ മന്ത്രിമാർ ചോദിക്കും ചോദ്യത്തിന് മറുപടി പറയല്ല. ജനങ്ങളോട്, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ആ ചോദ്യങ്ങളോട് പ്രതികരിക്കൂ. ഈ ചോദ്യങ്ങളോട് പിന്നെ സണ്ണി ജോസഫിനോട് ചോദിച്ചാലും സണ്ണി ജോസഫിന് മറുപടിയില്ല. ഏതൊരു നേതാവിനോട് ഈ ചോദ്യം ചോദിച്ചിട്ടും അവർക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാനില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് മറുപടി ഇല്ലാത്തത്? ആ മറുപടി കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ സോണിയാഗാന്ധി അതിനകത്ത് തെറ്റ് ചെയ്തു എന്ന് ഇപ്പം ശൈല ടീച്ചർ പറഞ്ഞ പോലെ സോണിയാഗാന്ധി അതിനകത്ത് തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ എങ്ങനെ ആ ഫോട്ടോ ഉണ്ടായെന്നും അവിടെ എന്തിനാണ് ഇവർ പോയതെന്നും ഇതിനകത്ത് എന്താണ് ഇവരുടെ പങ്കെന്നുള്ള കാര്യം ഇവർ വ്യക്തമാക്കണം. അല്ലാതെ SITയോട് പറയാൻ പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, SIT നിങ്ങൾ അടൂർ പ്രകാശിനെ വിളിച്ച് ചോദ്യം ചെയ്യൂ അല്ലെങ്കിൽ ആന്റോ ആന്റണിയെ വിളിച്ച് ചോദ്യം ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. ആർക്കും അതിനെ നിർദ്ദേശിക്കാൻ പറ്റില്ല. അല്ല പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ പിന്നെ എതിരെ ആരോപണം ഉന്നയിക്കുന്നു. തെളിവുകൾ എവിടെ? തെളിവുകളല്ലേ വേണ്ടത്.
നമുക്കൊരു പ്രൈം ഓഫീസിലെങ്കിലും ഒരു കുറ്റക്കാരനാണ് അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടണമെങ്കിൽ അവിടെ അരക്കഴഞ്ചിന്റെ തെളിവെങ്കിലും ഉണ്ടാവണം. ഈ തെളിവൊന്നും ഇല്ലാതെ വി ഡി സതീശൻ അവിടെ എന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? സതീശൻ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും പറയുന്ന സർക്കാർ അതിനകത്ത് സമ്മർദ്ദം ചെലുത്തുന്നു. എന്നാൽ സർക്കാർ എവിടെയാണ് സമ്മർദ്ദം ചെലുത്തിയതെന്നോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആരുടെയെങ്കിലും മൊഴിയോ തെളിവോ ഫോൺ കോളോ അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുകൾ ഹാജരാക്കാൻ എന്താണ് ഇവരെ കൊണ്ട് സാധിക്കാത്തത്? അതല്ലേ ഏറ്റവും പ്രബലമായ ഒരു കാര്യം. അതല്ലേ അവർ ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ അറിയേണ്ട കാര്യം അതല്ലേ. അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ചു വെക്കുക എന്നുള്ളതല്ല ശരിക്കും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടത്. ഇപ്പം എന്താ പറയുക, മറ്റേ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഇദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എം പി രാജേഷ്. എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇവർ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ്? അതൊക്കെയല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളല്ലേ അത്. അപ്പൊ എന്തുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ഇരിക്കാത്തത്? ആ ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ സഭ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഭ ബഹിഷ്കരിച്ച് പോവാ. എന്താണ് അതിന്റെ ആവശ്യം? അപ്പൊ ഇവർക്ക് എന്താണ് അവരുടെ ആവശ്യം? അതായത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താ? സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇത്തവണ കഴിഞ്ഞിട്ട് അടുത്ത തവണ അധികാരം പിടിക്കുക എന്ന് പറയുന്നത്. അത് ശൈല ടീച്ചർ വളരെ കൃത്യമായി പറഞ്ഞു. അധികാരമോഹം, അതിനുവേണ്ടി മാത്രമാണ് ഇപ്പൊ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവലോകനം നടത്താനോ ഒന്നും പ്രതിപക്ഷം തയ്യാറാവുന്നില്ല. പിന്നെ എന്താണ് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്? അപ്പൊ അവരുടെ കമ്മിറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. ഈ വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്തിക്കൊണ്ട് ഒരു വലിയ തോതിലുള്ള വിശ്വാസി സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു വോട്ട് ഇവരിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അധികാരം എന്ന് പറയുന്ന ഒന്ന് മാത്രം. ഒരു വികേന്ദ്രീകരണം ഉണ്ടാക്കുക, അല്ല വേറെ കാര്യങ്ങളൊന്നും ഇതിന്റെ പിന്നിലൊന്നുമില്ല. പിന്നെ കോടതി പറയുന്ന ഇവർക്കൊക്കെ എതിരെ കോടതി അലക്ഷ്യത്തിന്റെ കേസ് എടുക്കണമെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം കോടതി പറയുന്നതിനെ പോലും നിഷ്കരണം തള്ളികളയാണ്. കോടതിയുടെ നിർദ്ദേശങ്ങളൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള നിലയിൽ ഇവർ തള്ളിക്കളയുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കോടതി അലക്ഷ്യത്തിന് വരെ കേസ് എടുക്കേണ്ടതാണ്.